പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ വചനം കൊണ്ട് കർത്താവേ ആ മക്കളെ തൊടണമേ. ഈ പ്രാർത്ഥന എല്ലാം അങ്ങയുടെ മുമ്പാകെ നാം സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മുമ്പാകെ ഇത് മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ എന്താ സീരിയസ് ഭാവം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമാരണമേ. ഈ പ്രാർത്ഥനകളെ ക്രൂശിച്ചോടിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ആസന്നമിരിക്കാം. എത്രയും ബഹുമാനപ്പെട്ട ടീച്ചർ പെരുന്നാളിന്റെ മുഖ്യകാരണത്തിൽ വഹിക്കുന്ന ബഹുമാനപ്പെട്ട റജി അച്ഛൻ, സെന്റ് തോമസ് കോൺഗ്രിഗേഷന്റെ വികാരിയായിരിക്കുന്ന ബേസിലെ അടിപ്പതിലച്ഛൻ, സെന്റ് തോമസ് കോൺഗ്രിഗേഷന്റെ സഹവികാരിയായിരിക്കുന്ന എന്തോടിയാട്ടിലച്ഛൻ, കലിനപ്പള്ളി വികാരിയായിരിക്കുന്ന ലാൽ തോമസ് അച്ഛൻ, മുഴണ്ടുപള്ളി വികാരിയായിരിക്കുന്ന അജീഷ് അച്ഛൻ, കമാൻഡർമാർ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാ ക്രിസ്തു വിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചോടട്ടെ. പരിശുദ്ധനായ എൽദോമർ ബസേലിയോസ് ബാവായുടെ പെരുന്നാൾ നാം ഇവിടെ കൊണ്ടാടുകയാണ്. അത് അനുഗ്രഹമായി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഓർമ്മിച്ചതുപോലെ മുഖ്യ കാർമ്മികമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെജി അച്ഛനാണ്. റെജി അച്ഛൻ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ആദ്യം ആരെ വിളിക്കുമെന്ന് വന്നപ്പോൾ ആദ്യമേ തന്നെ അച്ഛൻ്റെ പേര് വരികയും വികാരി അച്ഛനോടായി സംസാരിച്ച് അത് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറെ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു വൈദികൻ. എൻ്റെ പ്രീ സെമിനറി കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് തൂത്തുക്കുടി ധ്യാനത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അന്ന് ഒരു പ്രീ സെമിനറി, ഒരു ഡിബിൻ ആയിരുന്ന ഒരു സമയങ്ങളിലെല്ലാം അച്ഛനുമായി ശുശ്രൂഷിക്കാനുള്ള അവസരം, പ്രത്യേകിച്ച് അച്ഛനോടൊപ്പം ഓരോ യാത്രകളിൽ ശുശ്രൂഷ സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു അവസരം, പ്രത്യേകിച്ച് ഒത്തിരി എൻ്റെ പ്രത്യേകിച്ച് അച്ഛൻ്റെ വചനങ്ങൾ മൂലം അല്ലെങ്കിൽ അച്ഛൻ്റെ ഓരോ ഉപദേശങ്ങൾ മൂലം ഒരുപാട് എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം. പ്രത്യേകിച്ച് നമ്മുടെ ഷാലോം TV, പ്രത്യേകിച്ച് നമ്മുടെ യാക്കോബ സഭയുടെ ഷാലോം TVയിൽ നടക്കുന്ന അനേകം പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ്റെ പ്രഭാഷണം നമുക്ക് ഏറെ കേട്ടിട്ടുണ്ട്. അച്ഛൻ ഭദ്രാസനത്തിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ നമ്മുടെ ഹബ്രോസോ എന്ന ഫാമിലി കോൺഫറൻസ് നടന്നപ്പോൾ അച്ഛൻ ഇവിടെ മുഖ്യ സന്ദേശം നൽകുകയുണ്ടായി. അതിനുശേഷം ഒരു പെരുന്നാൾ വന്നു. ഇത് അനുശക്തി നഗറിൽ ആദ്യമായിട്ടാണെങ്കിലും മുംബൈ ഭദ്രാസനത്തിൽ 3ാം പ്രാവശ്യമാണ് വരുന്നത്. അച്ഛനെ ഹാർദവമായിട്ട് പേരിലും, പ്രത്യേകിച്ച് എൻ്റെ പേരിലും ഈ കോൺഗ്രിഗേഷൻ്റെ പേരിലും സെൻറ്ററിൻ്റെ പേരിലും നിങ്ങൾ എല്ലാവരുടെ പേരിലും ഈ സമയത്ത് അച്ഛനെ സ്വാഗതം ചെയ്യാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ പ്രസംഗം പരിശുദ്ധാത്മാവിന് നിറവിൽ ആയിരിക്കാനും, പ്രത്യേകിച്ച് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടായിരിക്കും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അച്ഛനെ ഈ സമയത്ത് വചന പ്രഘോഷത്തിന് വേണ്ടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുക. ദൈവതിരുസന്നിധിയിൽ എൽദോമർ ബസേലിയോസ് ബാവായുടെയും പരിശുദ്ധിയായ മാതാവിൻ്റെയും സ്വർഗീയ മാധ്യസ്ഥൻ്റെ തണലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്കായിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവം എവിടെ ആരാധിക്കപ്പെടുന്നുവോ അവിടെ ദൈവകൃപ വ്യാപിക്കപ്പെടുന്നു. ഈ പുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പ്രധാന കാര്യം, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ പുരുഷനായിരിക്കുന്ന ലോകത്തിൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ
എവിടെ മഹത്വപ്പെടുത്തുന്നുവോ അവിടെ അവിടുന്ന് ചൈതന്യവും കൃപയും അനുഗ്രഹവും വെളിപ്പെടുത്താൻ തുടങ്ങും. പരിശുദ്ധനായ എൽദോമാർ ബസേലിയസ് ബാവ, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭാ മക്കൾ, പിതാക്കന്മാർ പഠിപ്പിച്ചു തന്ന വിശ്വാസ ജീവിത ചര്യകളിൽ അക്കാലഘട്ടത്തിൽ പറങ്കികളുടെ ആഗമനത്തോടെ, പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെ ശീലിച്ചു വന്നിരുന്ന സത്യവിശ്വാസത്തിന്റെ മേഖലകളിൽ ഒത്തിരി ബുദ്ധിമുട്ട് വരികയും വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ നിരന്തരമായി പരിശുദ്ധ പത്രികീസ് ബാവയ്ക്ക് എഴുതുകയും പരിശുദ്ധ പത്രികീസ് ബാവ മലങ്കരയിലുള്ള മക്കളുടെ സത്യവിശ്വാസം അതെന്താണെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ആരാണ് പോകേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ കിഴക്കിന്റെ മപ്രിയാനി ആയതുകൊണ്ട് തൻ്റെ ആധ്യാത്മിക നേതൃത്വത്തിന്റെ കീഴിൽപ്പെട്ട സ്ഥലമാണ് ഭാരതം എന്നതുകൊണ്ട്, മലങ്കര എന്നതുകൊണ്ട് കിഴക്കിന്റെ മപ്രിയാനിയായ ബസേലിയസ് ബാവ തൻ്റെ ആത്മീയ ആടുകൾക്ക് വേണ്ടി വാർദ്ധക്യവും സാഹചര്യങ്ങളും പ്രതിസന്ധികളും പരിഗണിക്കാതെ യേശുവിലുള്ള വിശ്വാസത്തിൽ ഒരു സമൂഹം വളരുവാൻ ബന്ധപ്പെട്ടതിൻ്റെ 340ാമത്തെ ഓർമ്മ. 13 ദിവസം കോതമംഗലം ചെറിയ പള്ളിയിൽ ഭാഷ അറിയാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് 13